ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 26/2015 എക്സാം നടന്നത് 7/2/2015. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് ഇന്നത്തെ ഒരൊറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. STOയുടെ കോച്ചിങ്ങിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിന് മെസ്സേജ് അയയ്ക്കുക. നോക്കുക, ബാലൻസ് ഷീറ്റ് ഷോസ് ഡൈനാമിക് ഫിനാൻഷ്യൽ പൊസിഷൻ, ഫണ്ട് ഫ്ലോ പൊസിഷൻ, സ്റ്റാറ്റിക് ഫിനാൻഷ്യൽ പൊസിഷൻ, നൺ ഓഫ് ദിസ്. ബാലൻസ് ഷീറ്റ് ഷോ സ്റ്റാറ്റിക് ഫിനാൻഷ്യൽ പൊസിഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാഷ് പേയ്മെൻറ്റ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡെബിഞ്ചർ ആൻഡ് ലോൺ ഇസ് എ ഡാഷ് ആക്ടിവിറ്റി. ക്യാഷ് പേയ്മെൻറ്റ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡെബിഞ്ചർ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡെബിഞ്ചർ ആകുമ്പോൾ അത് ഏത് ആക്ടിവിറ്റിയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡെബിഞ്ചേഴ്സ്, ലോണ് തുടങ്ങിയവയെല്ലാം വരുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റിയുടെ പാർട്ടായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോർഷൻ ഓഫ് വാല്യൂ ഓഫ് വർക്ക് ദ ആർക്കിടെക്ട് ഓഫ് ദ കോൺട്രാക്റ്റി എഗ്രീസ് ആസ് ടു ഹാവ് ബീൻ ഡൺ ഈസ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു വർക്കിന് ആർക്കിടെക്റ്റ് പറയുന്ന ആ ഒരു പോർഷന് പറയുന്ന പേരെന്തെന്നാണ്? വർക്ക് സർട്ടിഫൈഡ്. ഓക്കെ, വർക്ക് സർട്ടിഫൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഓൺ കോസ്റ്റ് ഈസ് അതർവൈസ് കോൾഡ്. വർക്ക് ഓൺ കോസ്റ്റിന് നമ്മൾ മറ്റൊരു പേരിലും പറയാറുണ്ട്. എന്തെന്നാ? വർക്ക് ഓൺ കോസ്റ്റിന് നമ്മൾ വർക്ക്സ് ഓവർ ഹെഡ്. ഓക്കെ, വർക്ക് ഓൺ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് വർക്ക്സ് ഓവർ ഹെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫണ്ട് ഫ്ലോ അനാലിസിസ്, ഫണ്ട് മീൻസ് ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ അകത്ത് ഫണ്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുമല്ലോ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി, വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് ഫ്ലോ അനാലിസിസിൽ നമ്മൾ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് വരച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ക്യാഷ് ആണ്, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ്. 2 ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻറ്റിനെ എന്തെന്നാണ് പറയുന്നത്? ഇൻറ്ററിം ഡിവിഡൻറ്റ്. ഇൻറ്ററിം ഡിവിഡൻ്റ് ആണ്. ഇൻറ്റേർണൽ ഡിവിഡൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നുമില്ല. ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫൈനലായിട്ടുള്ള ആനുവൽ ജനറൽ മീറ്റിംഗ്, അതായത് ഫൈനൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നടത്തുന്ന ഡിവിഡൻറ്റ് ഡിക്ലറേഷനെയാണ് നമ്മൾ ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ ഷുഡ് നോട്ട് എക്സീഡ്. എത്രയാണ് ഫോർഫീറ്റഡ് ഷെയറിലെ ഡിസ്കൗണ്ട്? എന്തോരം എക്സീഡ് ചെയ്യാൻ പാടില്ല? ദ എമൗണ്ട് പെയ്ഡ് ബൈ ദ ഒറിജിനൽ ഷെയർ ഹോൾഡർ. ഒറിജിനൽ ഷെയർ ഹോൾഡർ പേ ചെയ്ത അത്രയും എമൗണ്ടിൽ കൂടാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 10 രൂപ വിലയുള്ള ഷെയർ ആയിരുന്നു. അതിൻ്റെ അകത്ത് 3 രൂപയെ ഒറിജിനൽ ഷെയർ ഹോൾഡർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ക്യാൻസൽ ചെയ്യാണ്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ക്യാൻസൽ ചെയ്തു, 3 രൂപ തന്നത് ക്യാൻസൽ ചെയ്തു. നമുക്കത് റീഇഷ്യൂ ചെയ്യാം, മറ്റാർക്കെങ്കിലും ക്യാൻസൽ ചെയ്തിട്ട് റീഇഷ്യൂ ചെയ്യാം. ഇപ്പം മാക്സിമം റീഇഷ്യൂവിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒറിജിനൽ ഷെയർ ഹോൾഡർ തന്ന ഈ 3 രൂപ വരെ ആയിരിക്കും മാക്സിമം റീഇഷ്യൂവിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഈസ് എ ഡാഷ് ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏത് ബഡ്ജറ്റാണ്? ഫങ്ഷണൽ ബഡ്ജറ്റാണ്. ഓക്കെ, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, ഇതെല്ലാം കുറേ ഫങ്ഷനുകളുടെ ബഡ്ജറ്റുകളാണ്. അതിനെ നമ്മൾ ഫങ്ഷണൽ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. ഡാഷ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. താഴെ പറയുന്നവയിൽ ഫണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ്? നോക്കുക, ഡിപ്രീസിയേഷൻ ഫണ്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഫണ്ട് പുറത്തോട്ട് പോകുന്നില്ല. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫണ്ട് ഇങ്ങോട്ട് വരുവാണ്, ഫിക്സഡ് അസറ്റ് സെയിൽ നടക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടാണ്. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫണ്ട് പോകുവാണല്ലേ. സോ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പീരിയഡ് കോസ്റ്റ്. കോസ്റ്റിംഗ് പഠിക്കുന്നതാണ്.
ഫിക്സഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പീരിയഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പീരിയഡ് കോസ്റ്റ്. അടുത്ത നോക്കാം. പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഇൻ കണക്ഷൻ വിത്ത്. പീസ്മീൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏത് കാര്യവുമായിട്ട് കണക്ട് ചെയ്തായിരിക്കുന്നത്? പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം. ഫെയിമിൻ്റെ ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ. ഡാഷ് കമ്മീഷൻ ഈസ് ഗിവൺ ഫോർ ബിയറിംഗ് റിസ്ക് ഓഫ് ബാഡപ്റ്റ്. ബാഡപ്റ്റിൽ റിസ്ക് ബിയർ ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന കമ്മീഷൻ ഏതാണ്? ഡെൽക്രിഡെ കമ്മീഷൻ. ഡെൽക്രിഡെ കമ്മീഷനാണ്. ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത്. ഡെബിറ്റ് നോട്ട് ഏതുമായിട്ടാണ്? റിട്ടേൺ ഔട്ട്വേർഡ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? സെയിൽസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത്? ഡെബിറ്റ് നോട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് accelerating cash inflows, that is log box system. log box system ആണ് ക്യാഷ് ഇൻഫ്ലോ ചെയ്യാൻ പറ്റും. നമ്മുടെ കോച്ചിങ് ക്ലാസ്സിൽ ഇതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എ ബഫർ ടു മീറ്റ് ആൻ അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഇൻ ദ യൂസ് ഓഫ് മെറ്റീരിയൽ ഈസ് കോൾഡ് വാട്ട്? സേഫ്റ്റി സ്റ്റോക്ക്. ഓക്കെ, സേഫ്റ്റി സ്റ്റോക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A project require initial investment 8 lakh with annual cash inflow 2 lakh. So payback period എങ്ങനെയായിരിക്കും? 8 lakh divided by 2 lakh, that is 4 years ആണ് payback period. Asset sold by a firm in the capital market to raise fund is called financial asset. ക്യാപിറ്റൽ മാർക്കറ്റിൽ വിൽക്കുന്ന അസറ്റിനെ പറയുന്ന പേരെന്തെന്നാ? ഫിനാൻഷ്യൽ അസറ്റ്. ലൈക്ക് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ ഗിയറിംഗ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ഡെപ്റ്റ്. ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ഡെപ്റ്റ്. പ്രൊഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇസ് എ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ്. പ്രൊഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകളെയും ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കോൺസെപ്റ്റാണ് പ്രൊഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. നിങ്ങൾക്കറിയാം, വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നും വിളിക്കാറുണ്ട്. The method which recognize time value of money by combining payback with NPV. പേബാക്കും NPVയും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ടഡ് പേബാക്ക് മെത്തേഡ്. ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ടോട്ടൽ കറണ്ട് അസറ്റ്. ടോട്ടൽ കറണ്ട് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന് എന്താണ് പറയുന്നത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. The quality of management is not directly disclosed in the books of accounts because quality of management നമ്മൾ പുതിയ അക്കൗണ്ടിങ്ങാർക്കൊക്കെ പറഞ്ഞു കൊടുത്താണ്. ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരമാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരമാണ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. The amount withdrawn by the proprietor for personal use reduces both അസറ്റ് ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി. അല്ലേ? ഓണർ പ്രൊപ്പറേറ്റർ പൈസ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അസറ്റിനെ അത് ബാധിക്കും, അതുപോലെ അയാളുടെ ഇക്വിറ്റിനെയും ബാധിക്കും. അവിടെയാണ് അക്കൗണ്ടിങ് ഇക്വേഷനിലെ രണ്ട് എഫക്റ്റ് കിടക്കുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് എ ആൻഡ് ബി, ഡിവിഡൻഡ് ഗ്രോത്ത് റേറ്റ് ആൻഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് ഏർണിങ്സ്. ഡാഷ് റെപ്രസെൻറ്റ് മിനിമം റിക്വയർമെൻറ്റ് ഫോർ എക്സ്റ്റെൻഡിങ് ക്രെഡിറ്റ് ടു എ കസ്റ്റമർ. ഏതാണ്? ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്. ഏറ്റവും മിനിമം റിക്വയർമെൻറ്റുകൾ ഫിക്സ് ചെയ്യുന്നത് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് വഴിയാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോ ഓഫ് എ ഗിവൺ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ആൻഡ് ഇനീഷ്യൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഈസ്. നോക്കുക, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ അതുപോലെ
ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള ആ ഡിഫറൻസ്, ഒരു ഡിസ്കൗണ്ട് റേറ്റിലുള്ളത് ഏതാണ്? NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, NPV. According to Dash approach, total value of firm remains constant irrespective of its debt and equity mix. That is net operating income. Arbitrage process is the operational justification for hypothesis. Capital structure le hypothesis. Dash refers to the EBIT level at which EPS remains same irrespective of its debt equity mix. Point of indifference. എല്ലാ ഇതിലും EPS സെയിം ആകുന്നതിന് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഡാഷ് ഫാക്ടറിംഗ്, ദ ഫാക്ടർ അസ്യൂം റിസ്ക് ഓഫ് ബാഡപ്റ്റ്. ബാഡപ്റ്റിൻ്റെ റിക്കോർഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നോൺ റിക്കോർഡ്സ് ഫാക്ടറിംഗ്. In case of firm having R greater than K, optimum dividend policy requires dash payout ratio. 0 payout ratio. Dash committee suggested inventory and receivable norms for 15 major industries. Tandon committee. Just-in-time inventory system was pioneered by Japan. ജപ്പാനിലുള്ളൊരു ഇൻവെൻട്രി സിസ്റ്റം ആയിരുന്നു. Depreciation is included in the cost in the case of dash method. ARR മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ കണക്കാക്കുന്നത്. ഡാഷ് ഇസ് എ ഫോം ഓഫ് ഇക്വിറ്റി ഫിനാൻസിങ് ഡിസൈൻഡ് സ്പെഷ്യലി ഫോർ ഫണ്ടിങ് ഹൈ റിസ്ക് ആൻഡ് ഹൈ റിവാർഡിംഗ് പ്രൊജക്റ്റ്. വെഞ്ചർ ക്യാപിറ്റലാണ് ഹൈ റിസ്ക് ആൻഡ് ഹൈ റിവാർഡിംഗ് ഫേമിനുള്ളത്. ഓപ്പറേറ്റിംഗ് ലീസ് ഈസ് ഫേവേർഡ് ബൈ ലെസ്സി in respect of asset which depreciate in value on account obsolescence. നമുക്കറിയാം obsolescence. Stock split is a remedy for undercapitalization. The accept reject result of NPV and IRR are same if project are independent. In India, the issue of CP, commercial paper, came into being after the recommendation of വാഗുൾ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് കൊമേഴ്സ്യൽ പേപ്പർ വന്നു തുടങ്ങിയത്. The loss incurred on an incomplete contract is transferred to dash account. ലോസ് ആകുമ്പോൾ അത് നമ്മൾ P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Dash is a selective inventory control technique. ABC analysis ആണ് selective inventory analysis technique. The guidance and regulation of cost of operating by executive action is called cost control. Dash is that segment of activity of a business which is responsible for both revenue and expense. റവന്യൂവിനും എക്സ്പെൻസിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പ്രോഫിറ്റ് സെൻറ്റർ. ബോൺസ് ആർ ഇഷ്യൂഡ് വിത്തൗട്ട് എനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് കോൾഡ് സീറോ കൂപ്പൺ ബോണ്ട്. ബോണ്ടിനകത്ത് ഒരു റേറ്റും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ സീറോ കൂപ്പൺ ബോണ്ട് എന്നാണ് പറയുന്നത്. When the same transaction is recorded twice in a books of accounts, the error is called error of duplication. Carriage outward is an item of dash overhead. Carriage outward എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓവർഹെഡിനകത്ത് വരുന്നതാണ്. ഡാഷ് റെഫേഴ്സ് ടു എക്സസ് അബ്സോർബ്ഡ് ഓവർഹെഡ് ഓവർ ആക്ച്വൽ ഓവർഹെഡ്, ഓവർ അബ്സോർപ്ഷൻ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് inventory conversion period plus debtors conversion period. Operating cycle is inventory conversion period plus debtors conversion period. Debenture 10% ആണ് interest, tax 30% and cost of debt is 7%. The essentials of a valid contract is provided under Dash of Indian Contract Act. Contract Act, Section 10 of Indian Contract Act. A contract without consideration is what? Void. A minor contract was held
to be void in the case of Moharabi versus Damodas Ghosh. Okay. Next question. Section 13 of Indian Partnership Act provide for indemnity in favor of the firm against a partner. Which is the correct about following statement? ഇതിനകത്ത് ഒരെണ്ണം മാത്രമാണ് എ കൗണ്ടർ ഓഫർ ടെർമിനേറ്റ് ഒറിജിനൽ ഓഫർ. അത് മാത്രമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. വെൻ ഗുഡ്സ് ആർ ഡിസ്പ്ലേഡ് ഇൻ എ ഷോപ്പ് വിൻഡോ വിത്ത് പ്രൈസ് ടാഗ് അറ്റാച്ച്ഡ് ടു ദം ഇറ്റ് എമൗണ്ട്സ് ടു ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ. The damages under Section 73 of Indian Contract Act are compensatory. Which section of Indian Contract Act deal with agreement in restraints of legal proceeding? None of the above. A partner has no implied authority. First one ആണ് enter into a partnership with the other person where one of the parties is under mistake as to matter of fact the contract is void. Contract void ആയിരിക്കും. Next question. Property belong to a partner on entering into a partnership and used for the purpose of partnership ആരുടെ ആയിരിക്കും? Remain the property of a partner. പാർട്ട്ണറിൻ്റെ തന്നെ പ്രോപ്പർട്ടി അത് ആയിരിക്കും. Section 40 of Indian Partnership Act provides for dissolution by agreement. Which one of the following is not amount to fraud? Representation made without knowing it to be false, honestly believing it to be true. Which one of the following is correct? An undertaking in writing duly signed to pay time bird debt. അതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. The liability of a partner is joint and several. Joint and several. Dash section of Sale of Goods Act 1913 enumerates doctrine of nemo dat quod no habet. Correct answer section 27. Mercantile agent defined under Sale of Goods Act means an agent having the customary course of business as such agent authorized to either A, B or C. A contract of sale under Section 4 of Sale of Goods may be either absolute or conditional. The unpaid seller of goods can waive his right to lien expressly and impliedly. Condition and warrants are defined in Section 12. The principle of caveat emptor is enumerated under which section? Section 60. The person defined under Kerala Value Added Tax is all of the above. ഇനിയുള്ള കുറച്ച് കാര്യം നമുക്ക് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് വാറ്റ് നമുക്കിപ്പോൾ എക്സീഡ് ആയി അത് നമ്മൾ കളഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് GST ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ സമയത്ത് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാനായിട്ട് സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ വിടുകയാണ്. ഇതിനകത്ത് കുറേ ടാക്സിൻ്റെ കാര്യങ്ങളാണ് ഇനിയുള്ളത്. ഞാൻ ആ ഒരു പോർഷൻ വിടുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.